നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയുടെ രണ്ടാം ദിനം ഏവരും ഉറ്റുനോക്കിയത് തളിപ്പറമ്പ് എം.എൽ.എ. ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിലേക്കാണ്. CPM കോട്ടയിൽ നിന്ന് അവർക്കെതിരെ മത്സരിച്ച് വിജയം നേടിയ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ നേതാവാണ് ടി.കെ. ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടറി M.P. ഗോവിന്ദൻ തന്റെ ഭാര്യ P.K. ശ്യാമളയെ തന്റെ പിൻഗാമിയായി തളിപ്പറമ്പിൽ അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ചത്. ചെങ്കോട്ടയെ കടപുഴക്കി ഗോവിന്ദൻ മിന്നും വിജയം നേടി നിയമസഭയിലെത്തി. രണ്ടാം ദിനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി ചർച്ചയ്ക്കുള്ള അവസരം സ്പീക്കർ നൽകിയപ്പോൾ അത് CPM-നെയും പിണറായി വിജയനെയും വലിച്ചു കയറാനുള്ള അവസരമായിട്ടാണ് ഗോവിന്ദൻ വിനിയോഗിച്ചത്. സ്പീക്കർ അനുവദിച്ച 4 മിനിറ്റും കേരളത്തിൽ CPM-ന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ ഒന്നൊന്നായി തുറന്നു കാണിച്ചിട്ടുണ്ട് ഗോവിന്ദൻ. അസഹിഷ്ണുത കണ്ടുപിടിച്ചത് തന്നെ CPM ആണെന്ന് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ സഭയിലിരുത്തി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ പരാജയം നേരിട്ട CPM അതിനു പിന്നാലെ ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഇവിടെ ഒരു ചുക്കും നടക്കില്ലെന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടു എന്നതിന് തുറന്ന ചർച്ചകൾക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് CPM-നെ പരസ്യമായി വെല്ലുവിളിക്കുന്നുണ്ട് തളിപ്പറമ്പ് MLA. തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM തോറ്റതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അവർ തിരിഞ്ഞു വോട്ട് ചെയ്തതോടെയാണ് CPM-ന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പോയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിച്ച CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ടെത്തിയ കാരണം വിചിത്രമാണെന്ന് പറഞ്ഞ ഗോവിന്ദൻ ഈ നിലപാട് തുടർന്നാൽ കേരളത്തിൽ CPM എന്നേക്കുമായി അവസാനിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയതയുണ്ടായി എന്നും ന്യൂനപക്ഷങ്ങൾ ഒന്നായി വോട്ട് ചെയ്തതോടെ CPM സംസ്ഥാനത്ത് തകർന്നടിഞ്ഞുവെന്നുമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ CPM-നെതിരെ തിരിഞ്ഞ് വോട്ട് ചെയ്തുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിമർശനം അസഹിഷ്ണുത CPM-ന് ഇല്ല എന്നതാണ്. പാർട്ടികൾ വിട്ട് പല നേതാക്കന്മാരും പോകുന്നത് പതിവാണ്. അങ്ങനെ പോകുന്നവരെ അവരുടെ വഴിക്ക് വിടാതെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന വൃത്തികെട്ട ശൈലിയാണ് CPM-നുള്ളത്. താൻ മത്സരിച്ചപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം കൂക്കി വിളിച്ചാണ് പാർട്ടിക്കാർ വരവേറ്റത്. തന്റെ ചിത്രം പതിച്ച വാഹനത്തിനെതിരെ കല്ലെറിഞ്ഞതും CPM അസഹിഷ്ണുതയുടെ ഉദാഹരണമാണെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു. ആ വാക്കുകൾ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. കാരണം കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും ജനക്ഷേമത്തിനും ഉതകുന്ന ഒട്ടേറെ പദ്ധതികൾ ഇതിലുണ്ട് എന്ന കാരണത്താലാണ് ഞാൻ ഇതിനെ പിന്തുണക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആളുകളുടെ ക്ഷേമത്തെ ഈ ഗവർണറുടെ നയപ്രഖ്യാപനം അഡ്രസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വയോജന വകുപ്പ് രൂപീകരിക്കാൻ ഒരു മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്താൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചത് തികച്ചും അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഏറെ പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ നന്ദി പ്രമേയത്തിനെ പിന്തുണക്കുന്നത്. അതോടൊപ്പം ഇവിടെ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സാർ. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെയാണ് ഈ സമ്മേളനം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ജയാപജയത്തെക്കുറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. CPM-നുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ആ ചർച്ച യഥാർത്ഥ പരാജയ കാരണം കണ്ടെത്തുന്ന ചർച്ചയാണോ അത് നടക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ CPM ഇത്തരം അഭ്യാസങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നായിട്ട് ഞാൻ അതിനെ കാണുന്നു. കാരണം യഥാർത്ഥ കാരണം എന്താണ്? എവിടെയാണ് പാർട്ടി പരാജയപ്പെട്ടത്? എവിടെയാണ് പാർട്ടിയുടെ അണികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കാൻ പാർട്ടി തയ്യാറുണ്ടോ? ഇവിടെ പരാജയപ്പെട്ടത് പയ്യന്നൂരും തളിപ്പറമ്പൊക്കെയാണ് സാർ. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPM-ന്റെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. തളിപ്പറമ്പാണെങ്കിൽ മൊറാഴിയും വെക്കളവും അതുപോലെ തന്നെ അവാക്കലിന്റെ നാടായ കരടവും കുഞ്ഞാക്കമ്മയുടെ നാടായ കണ്ടക്കയും പാടിക്കുന്ന രക്സാക്ഷികളും കാവുമ്പായി സമരസേനാനായിട്ടുള്ള കുഞ്ഞിക്കുന്ന നാടായ മലപ്പട്ടവും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് സാർ തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ ഇടതുപക്ഷം തോറ്റു. എന്തുകൊണ്ട് തോറ്റു? എവിടെയാണ് വോട്ട് ചോർച്ച? അപ്പോഴാണ് ചില വിദഗ്ധന്മാർ പറയുന്നത് പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടതെന്നാണ്. അവിടെ ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞു തുടരാൻ ഉണ്ടായതെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വസ്തുതകളാണോ? യഥാർത്ഥത്തിൽ അതാണോ വസ്തുത? യഥാർത്ഥത്തിൽ എവിടെയാണ് പരാജയപ്പെട്ടത്? കമ്മ്യൂണിസ്റ്റുകാരാണ് സാർ. കമ്മ്യൂണിസ്റ്റുകാർ CPM-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? നിങ്ങളുടെ സമീപനമാണ് സാർ. തിരുത്തണം. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 35 സീറ്റിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം ഒതുങ്ങി? എന്തുകൊണ്ട് 102 സീറ്റിലേക്ക് UDF ഉയർന്നു? അവിടെയാണ് സാർ പരിശോധിക്കേണ്ടത്. അവിടെ നിങ്ങൾ കാണുന്നത് ജനാധിപത്യം എന്നത് CPM അംഗീകരിച്ചു കൊടുത്തില്ല. ജനാധിപത്യം അംഗീകരിച്ചില്ല. പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തില്ല. നിങ്ങൾ അടിച്ചേൽപ്പ് അധികാരത്തിന്റെ അന്തല ബാധിച്ച നേതൃത്വം അതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കഴിയുന്ന ചർച്ചകൾക്ക് കേൾക്കാൻ അവർ പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് സാർ പരാജയപ്പെട്ടത്. ഇപ്പോൾ എവിടെ തൃക്കരിപ്പൂരും അതുപോലെ തന്നെ പേരാമ്പ്രയും നമ്മുടെ കൊച്ചു സഹോദരിയാണ് LDF-ന്റെ കൺവീനറെ തോൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കാണണ്ടേ? ഈ പാഠം പഠിക്കണ്ടേ? അത് പഠിക്കാൻ CPM തയ്യാറാവുന്നില്ല എന്നതാണ് ഇവിടെ അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ഇവിടെ നിങ്ങൾ കണ്ടു സാർ. ഇവിടെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് കുറെ വികസനം നടത്തിയെന്ന് പറയുന്നു? അടിസ്ഥാന വർഗത്തെ മറന്നുപോയില്ലേ? അടിസ്ഥാന വർഗ കർഷക തൊഴിലാളിയുടെ അധികം ആനുകൂല്യം കൊടുത്തോ? നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കൊടുത്തു തീർത്തോ? എന്തിനാണ് സാർ കൈത്തറി തൊഴിലാളി നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുന്നില്ല? കൈത്തറി തൊഴിലാളികൾ 6 മാസത്തെ കൂലിയല്ലേ സാർ കൊടുക്കാൻ ബാക്കി? ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു? എത്ര തവണ ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു സാർ, NBM-ന്റെ ചെയർമാൻ. എത്ര തവണ ഞാൻ അവിടെ നടന്നു കയറിയിട്ടുണ്ട്, അവിടെ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കൊടുക്കാൻ കഴിഞ്ഞു ഇതുവരെ കൊടുത്തോ? അപ്പൊ ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM-ന് വോട്ട് ചെയ്യുന്നവരാരാ? വലിയ നാഷണൽ ഹൈവേ വന്ന് കോടികളുള്ള ആളുകൾ കൂടുന്നവരല്ല.
അതൊക്കെ വേണം. പക്ഷേ നമ്മൾ മറന്നുപോകരുത്, നമ്മൾ അടിസ്ഥാന വർഗത്തെ മറന്നുപോയത്. ആ മറന്നുപോയതിന്റെ ഫലമാണ് സർ ഇടതുപക്ഷം അനുഭവിച്ചത്. അവരാണ് വോട്ട് മാറി ചെയ്തത്. അതുകൊണ്ടാണ് CPM കേന്ദ്രത്തിൽ വോട്ട് പരാജയപ്പെട്ടത്. അവിടെ നമ്മൾ ആ പാഠം ഇനിയും പഠിക്കാൻ അവർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. മറ്റൊരു കാര്യം സർ, ഇവിടെ നമുക്കറിയാം, ഇവിടെ BJP-യുടെ ബഹുമാനായ 3 MLA-മാർ ഇവിടെ വന്നിരിക്കുന്നത് കേരള നിയമസഭയിൽ ആദ്യമാണ്. മുമ്പ് അബദ്ധങ്ങൾ വന്നെങ്കിൽ 3 പേരായിട്ടുണ്ട്. നാളെ എത്ര പേരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരള രാഷ്ട്രീയം ദുരിതമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്ന് കൈയിട്ട് പോകണമെന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. കാരണം BJP-യുടെ വളർച്ച നമുക്കറിയാം, ബംഗാളിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ബംഗാൾ അവിടെ കോൺഗ്രസും CPM തമ്മിൽ തല്ലിയവരാണ്. വലിയ സംഘർഷമായിരുന്നു. പക്ഷേ അവസാനം കോൺഗ്രസും CPM യോജിച്ചിട്ടും അവിടെ അക്രമികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിനെയോ BJP-യോ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും CPM തകർന്നു, കോൺഗ്രസും തകർന്നു. യഥാർത്ഥ കേരള രാഷ്ട്രീയം അതിലേക്കാണ് പോകുന്നത് സർ. ഇവിടെ അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് എത്ര കാലം CPM മുന്നോട്ട് കഴിയും? അന്ധമായ മാർക്സിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക? ആ നിലയിലേക്കൂടെ വർഗീയ ശക്തികൾ ശക്തിപ്പെടുകയാണ് സർ. ഈ രാഷ്ട്രീയത്തിന്റെ ആപത്ത് കാണാൻ, അത് തിരിച്ചറിയാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലതുപക്ഷം സാധിക്കണം. അത് കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് സർ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ പുതിയ അവസാനിപ്പിക്കണം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ വെയിലിനെ പറ്റിയുള്ള നിർദ്ദേശമാണ്. ആ വെയിലിനെ പറ്റിയുള്ള നിർദ്ദേശം വന്നപ്പോൾ ആ നിർദ്ദേശം കണ്ണൂർ വരെയുള്ള സ്ഥലം കാസർഗോഡ് വരെയാണ്. കാസർഗോഡ് ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്നുള്ളത് മറന്നു പോകരുത്. കാസർഗോഡ് വരണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാണ്, CPM സർക്കാർ അഭ്യർത്ഥനയുള്ളത് ഈ അസഹിഷ്ണുത നിങ്ങൾ അവസാനിപ്പിക്കണം. ഇപ്പൊ നാട്ടിൽ കാണുന്ന അസഹിഷ്ണുത സർ, നിങ്ങൾ നോക്കണം സർ, എന്റെ നാട്ടിൽ എന്നെ കൂവിക്കാൻ ആളുണ്ടാക്കിയത് എന്നെ കൂവി സർ. പക്ഷേ ആ ബൂത്തിൽ എനിക്കുണ്ടായിട്ടുള്ള വോട്ട് കാണണം. അതാണ് പാഠം പഠിക്കുന്നത്. വലിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ കൂവിയ ബൂത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. മലപ്പട്ടം എന്ന് പറയുന്ന നാട്ടിൽ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലപ്പട്ടം ഈ കേരളം ആകെ അറിയപ്പെടുന്ന നാടാണ്. പാർട്ടി കേന്ദ്രം. അവിടെ LDF UDF ഞാനും എതിർ സ്ഥാനത്ത് നമ്മൾ വോട്ട് കേവലം 600 വോട്ടിൽ ഒതുങ്ങിയെന്നത് ഉണ്ട് സർ. ആന്തൂരുണ്ട് സർ, മൊറാടിയുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെയും സ്ഥാനാർത്ഥിയുടെയും നാടായ മൊറാടി ആന്തൂര്. അവിടെ 4000 വോട്ടിന്റെ കുറവാണ് അവിടെ CPM വന്നു ചേർന്നത്. ഇതെല്ലാം കാണുന്നത് ഇതിന്റെ അസഹിഷ്ണുത വരുന്നതാണ്. ആ അസഹിഷ്ണുത അവസാനിപ്പിക്കുന്നത് സർ. ഞാനിവിടെ എനിക്ക് വേണ്ടി ഇവിടെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി വരുന്നു. ഒരു ബാങ്ക് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് വാഹനം വരുന്നു. ആ വാഹനത്തെ കലറിയുന്നു സർ. എന്തിനാണ് ഈ അസഹിഷ്ണുത? ഞാൻ ചോദിക്കട്ടെ, CPM-ലേക്ക് ആളുകൾ വന്നിട്ടില്ലേ? എത്ര ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കേന്ദ്രമന്ത്രിയായ ആൾ CPM വന്നപ്പോൾ കോൺഗ്രസ് അസഹിഷ്ണുത കാണിച്ചോ? BJP വാസുമാഷ് അസഹിഷ്ണുത കാണിച്ചോ? അപ്പൊ CPM എന്നൊരാൾ എങ്ങോട്ടെങ്കിലും സ്വന്തം നിലപാടെടുത്ത് കഴിഞ്ഞാൽ അതിനോട് എന്തിനാണ് അസഹിഷ്ണുത? ഞാൻ ഒറ്റ കാര്യം പറയുന്നു, മാവോസുത്തങ്ങൾ 1000 പുഷ്പങ്ങൾ വിരിയട്ടെ. ആ 1000 പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് പറഞ്ഞ ജനാധിപത്യത്തെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ബോധം നമ്മൾ CPM ഉണ്ടാകും. നിങ്ങൾ അസഹിഷ്ണുത അവസാനിപ്പിക്കാൻ സർ. അസഹിഷ്ണുതയാണ് CPM. അതുപോലെ തന്നെ നിങ്ങളുടെ ജനങ്ങളോട് പെരുമാറേണ്ട രീതി, പാവങ്ങളോട് പെരുമാറേണ്ട രീതി, എന്ത് തെറ്റിരുത്താൻ നടത്തിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് തെറ്റിരുത്താൻ ആത്മാർത്ഥമായി തെറ്റിരുത്താൻ